ഇത് എനിക്കുള്ള പണിയാ. സത്യം പറഞ്ഞാൽ ഞാൻ ഷസാമിന്റെ റിവ്യൂ നോക്കിയപ്പോ പിള്ളേർക്ക് വേണ്ടിയുള്ള ഫിലിമാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെയാ, കെട്ടിയാലും കടിക്കും കെട്ടിയില്ലെങ്കിലും കടിക്കും. അതുകൊണ്ട് ഞാൻ അത് കാണാൻ വേണ്ടി പോയതാ. ബട്ട് വയലൻസ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ മാർക്ക് വയ്ക്ക് വന്നു. സ്വാഭാവികം. മേ ബി അതിന് പോകാൻ ചാൻസ് കുറവാണ്. ഇതൊരു ഫാന്റസി. ലാലേട്ടൻ ഞാൻ മുഖ ഫാനാണ്. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനാ എത്ര വലിയൊരു കള്ളം? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്നാലും ലാലേട്ടന്റെ പടം കാണും. ബട്ട് ബറോസ് അതിന് കൂടുതൽ എക്സ്പെക്ടേഷൻ മാർക്കാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഞാൻ ഇക്ക ഫാനാണ്. അനുഭവിക്കും, ഇതിലൊക്കെ അനുഭവിക്കും. അന്ന് വെച്ച് ഇക്ക ഫാൻസ് ലാലേട്ടന്റെ പടം കാണാറില്ലെന്നാണ്. അങ്ങനല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇക്കയുടെ പടം കാണാനാണ് ഇഷ്ടം. ഓ, അതാണ് കാര്യം. ഇപ്പം മാർക്ക് കാണാൻ പോവാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ലാലേട്ടന്റെ പടം അപ്പൊ കാണില്ലേ? ലാലേട്ടന്റെ ഈ പടം കാണാൻ തോന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ലാലേട്ടന്റെ ഡയറക്ട് ചെയ്യുന്ന പടം കൂടെ എനിക്ക് കാണാൻ തോന്നില്ല. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സ് നോവും. എനിക്കറിയാമോ ലാലേട്ടന്റെ ബറോസ് അറിയില്ല? ചേട്ടനറിയാം? ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം ചർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ ലാലേട്ടൻ മോഹൻലാൽ ഡയറക്ട് ചെയ്യുന്ന പടം, ആദ്യത്തെ പടം. ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്ത പടമല്ലേ? ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും ചീത്ത വിളിക്കുക ഇവരെ ഇത് പറയാ ചെയ്യണ്ട, കാരണം ഇവരുടെ ഒരു രീതികളാണ്. അങ്ങനെ പടത്തെ കുറിച്ച് അറിയില്ല? ഞാൻ പടം കാണാറില്ല. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. ബറോസിനെ അറിയില്ല? ബറോസ് ലാലേട്ടൻ അറിയാവോ? കേട്ടിട്ടുണ്ട്. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അല്ല, ബറോസ് ബറോസ് മറ്റേതായിട്ടൊക്കെ കുറച്ച് പൃഥ്വിരാജിന്റെ പടമല്ലേ? അല്ല, പൃഥ്വിരാജ് സംവിധാനം. അത് എമ്പുരാന്. ബറോസ് ലാലേട്ട സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ പടം. ദേ ആയിരിക്കുന്ന ബോർഡ് ഉണ്ടല്ലേ? അതിനെ കുറിച്ച് കഥയൊന്നും പറയാൻ അറിഞ്ഞൂടാ. അല്ലല്ല, എങ്ങനെ അയാളുടെ മോന്തിക്കൊന്ന് കൊടുത്തിടും. പക്ഷേ ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഒരു മണ്ടത്തരം പറയും.